Hi dear friends, welcome to Kerala MechTech. നമ്മുടെ വണ്ടികളിൽ ചെറിയ ചെറിയ അശ്രദ്ധ കാരണം ചിലപ്പോൾ നമുക്ക് വലിയ വലിയ എഞ്ചിൻ പണികളൊക്കെ കിട്ടും. അപ്പം അങ്ങനെയുള്ളൊരു വിഷയമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനേക്കാൾ മുന്നേ വിഷ് യു ഓൾ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മുടെ അടുത്തുള്ളത് സ്വിഫ്റ്റ് VDI വേരിയൻ്റ് ആണ്, ഡീസൽ വേരിയൻ്റ് ആണ്. നമുക്കറിയാം 1500 cc താഴെയുള്ള ഇന്ത്യ കണ്ടേക്കുന്ന ഏറ്റവും മികച്ച 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് ഇതിൽ വന്നേക്കുന്നത്. അതായത് ഫിയറ്റ് സോഴ്സ് ചെയ്തേക്കുന്ന മൾട്ടിജെറ്റ് എഞ്ചിനാണ് ഇതിൽ വന്നേക്കുന്നത്. അപ്പം ഇതിൽ നമുക്ക് എന്തൊക്കെയായിരുന്നു ഇഷ്യൂ എന്നുള്ളത് ഡയറക്റ്റ് നേരിട്ട് കണ്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വണ്ടിയുടെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. അപ്പം നമുക്ക് ആദ്യമേ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നോർമലി വണ്ടി സ്റ്റാർട്ടായി, പക്ഷേ ഈ ഐഡ്ലിംഗ് കണ്ടീഷനിൽ തന്നെ വണ്ടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്മോക്ക് വരുന്നുണ്ട്. ഒരു വൈറ്റ് ഷെയ്ഡായിട്ടുള്ളൊരു സ്മോക്ക് വരുന്നുണ്ട്. അത് ഓടുമ്പം നമ്മൾ നല്ലോണം കാല് കൊടുത്ത് പോകുമ്പോഴത്തേക്ക് നല്ലോണം കൂടുകയും ചെയ്യും. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഈ കണ്ടൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നമുക്ക് ഇതൊന്ന് ആക്സലറേറ്റ് ചെയ്ത് നോക്കാം. ക്യാമറ ഒന്ന് കറക്റ്റ് കാറിൻ്റെ ബാക്ക് വശത്തായിട്ട് പ്ലേസ് ചെയ്തിട്ട് ആക്സലറേറ്റ് ചെയ്ത് നോക്കാം. ആക്സലറേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും സ്മോക്ക് ഇതൊന്നും അല്ല സ്ഥിതി. അത് ഒന്ന് ആക്സലറേറ്റ് ചെയ്ത് കാണിച്ചു തന്നെ തരാം. അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ ആക്സലറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു ആക്ച്വലി ഇത് കറക്റ്റ് വൈറ്റ് അല്ല, നമുക്ക് വൈറ്റ് പോലെ തോന്നുമെങ്കിൽ ഒരു ബ്ലൂ കലർന്ന ഒരു സ്മോക്കാണ്. അതായത് ഓയിൽ ബേൺ ആകുന്നുണ്ട് സംഭവം. അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടക്കം എവിടെയാണെന്ന് വെച്ചാൽ ഈ വണ്ടി നമ്മുടെ അടുത്ത് വരുമ്പോൾ തന്നെ കസ്റ്റമർ പറഞ്ഞിരുന്നു കൂളൻ്റ് കാര്യമായിട്ട് കൂളൻ്റ് അതിനകത്തില്ല, സാധാ നോർമൽ വാട്ടറായിരുന്നു. അത് കുറഞ്ഞു പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഓയിലിൻ്റെ അളവ് കാര്യമായിട്ട് കുറവ് വന്നിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ബേസിക് ലെവൽ മുതൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്ന് കാര്യങ്ങൾ, ഈ വണ്ടിയുടെ ഓരോ കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്ത് എന്താണ് ഇതിൻ്റെ റൂട്ട് കോസ് എന്നുള്ള മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ വർക്കിലേക്ക് പോകാം. അപ്പം നമുക്ക് ഈ കാണുന്ന എയർ ഫിൽട്ടർ വളരെ ബേസിക് ആയിട്ട് വണ്ടിയുടെ കാര്യങ്ങളാണ്. നമ്മൾ സർവീസിൽ ചെക്ക് ചെയ്യേണ്ടതായിട്ട്, നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന കാര്യങ്ങളാണ്. വീട്ടിലാണെങ്കിലും നമ്മൾ ഇടയ്ക്ക് ഒന്ന് എയർ ഫിൽട്ടർ ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാ വണ്ടിയും ഒരേ കണ്ടീഷനിലല്ല ഓടുന്നത്, എല്ലാവരും ഒരേ സ്വഭാവക്കാരല്ല, ഒരേ സ്വഭാവത്തിലല്ല എല്ലാവരും വണ്ടി ഓടിക്കുന്നു. അപ്പം എയർ ഫിൽട്ടർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അപ്പം ഈ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ പോലും ഇപ്പം കണ്ടിട്ടില്ല. എയർ ഫിൽട്ടർ കറക്റ്റ് നമ്മൾ അഴിച്ച് എന്താണ് സ്ഥിതി എന്നുള്ളത് നേരിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അപ്പം നമ്മളിതിൻ്റെ എയർ ഫിൽട്ടർ അസംബ്ലിയുടെ സ്ക്രൂ എല്ലാം ലൂസ് ചെയ്ത് കഴിഞ്ഞു. ടോപ്പ് കവർ നമ്മളൊന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഫിൽട്ടർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ടർബോ ചാർജർ ഉപയോഗിച്ച് വരുന്ന വണ്ടികളിൽ പ്രത്യേകം ഏത് വണ്ടിയാണെങ്കിലും എയർ ഫിൽട്ടർ നോക്കണം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ് എയർ ഫിൽട്ടർ കാര്യമായിട്ടുള്ള കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ടർബോ എളുപ്പം അടിച്ചു പോകും. ഇതാണ് ഇതിൻ്റെ എയർ ഫിൽട്ടറിൻ്റെ അവസ്ഥ. വളരെ മോശമാണ്. നല്ല രീതിയിൽ തന്നെ സംഭവം ചോക്കായിട്ടുണ്ട്. ഇത്ര മോശമൊരവസ്ഥ. അപ്പോൾ ബേസിക് ടെസ്റ്റിലൂടെ നമുക്ക് ഒരു ഇഷ്യൂ നമുക്ക് കിട്ടി. എയർ ഫിൽട്ടർ വളരെ മോശമാണ്. ഇതൊന്ന് കൊട്ടി നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇതിനകത്ത് നിന്ന് എത്രത്തോളം പൊടി ഇറങ്ങി വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതാണ് അവസ്ഥ. കരിയും പൊടിയും ഉള്ള അഴുക്കെല്ലാം, അറ്റ്മോസ്ഫിയറിലെ അഴുക്കെല്ലാം ഇതിനകത്തുണ്ട്. ഇത് മാത്രമല്ല, ഇതിന് പ്രധാനപ്പെട്ട മറ്റൊരു ഇഷ്യൂ ഉണ്ട്, കൂളൻ്റ് ലീക്ക്. അത് എവിടെ നിന്നാണെന്നുള്ളത് നോക്കാം. അപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ എല്ലാവരും കണ്ടു കഴിഞ്ഞുള്ളൂ. രണ്ടാമത്തെ കേസ്, നമ്മൾ കൂളൻ്റ് ടാങ്ക് വയ്ക്കുമ്പോഴത്തേക്ക് അതിൽ കൂളൻ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ ബൈപ്പാസ് ഹോസാണ്, നമ്മുടെ ഓയിൽ കൂളറിലേക്ക് വരുന്ന ഒരു ബൈപ്പാസ് ഹോസാണ്. കൂളൻ്റ് വന്നിട്ട് ഓയിലിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂളൻ്റ് സർക്കുലേറ്റ് ആകുന്ന ഒരു ഹോസാണ്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അതായത് ഇവിടുന്ന് തുരുമ്പിച്ച് പൊട്ടിയിട്ടുണ്ട്, ഇവിടുന്ന് ഒരുപാട് കൂളൻ്റ് ലീക്കായി പോയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഇഷ്യൂ ഇതായിരുന്നു. ഇതുകൊണ്ട് കൂളൻ്റ് ലീക്കായി പോയതിന് ശേഷം വണ്ടി ഓവർ ഹീറ്റ് ആവുകയാണ് ചെയ്തത്. അപ്പം തെർമോസ്റ്റാറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് തെർമോസ്റ്റാറ്റിൽ നിന്ന് കുറച്ച് ബൈപ്പാസ് കണക്ഷൻസ് ഒക്കെ വണ്ടിയുടെ പല ഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പം തെർമോസ്റ്റാറ്റിൽ ഒരു പരിധിക്ക് കൂടുതൽ കൂളൻറ്റിൻ്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിലിരിക്കുന്ന കൂളൻ സെൻസറിന് കറക്റ്റ് ടെമ്പറേച്ചർ ചിലപ്പം ഷോ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അത് കൂളൻറ്റിൻ്റെയോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കോണ്ടാക്റ്റിൽ നിന്നാൽ മാത്രമേ അതിന് ആ ഒരു ടെമ്പറേച്ചർ കറക്റ്റ് ഷോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപക്ഷെ കസ്റ്റമർ അറിഞ്ഞു കാണുകയല്ല, വീണ്ടും വണ്ടി ഓടിച്ച് കാണും. അപ്പം അങ്ങനെ ഈ ഒരു രണ്ടാമത്തെ ഒരു ഈ നെഗ്ലിജൻസും കൊണ്ട് ഇങ്ങനെ കുറച്ച് പണികൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. കൂളൻ്റ് ഇല്ലാതെ ഓടുകയും അതേപോലെ തന്നെ എയർ ഫിൽട്ടർ ചോക്കായിട്ട് ഓടിയത് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഇൻടേക്ക് സൈഡ് ആദ്യമേ ടെസ്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഈ ടർബോയുടെ ഹോസ് നമുക്കൊന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട്, നമുക്ക് ടർബോയിൽ നിന്ന് ഇൻ്റർകൂളറിലേക്ക് പോകുന്ന ഹോസാണ് നമ്മളിപ്പോൾ ഈ ഡിറ്റാച്ച് ചെയ്യുന്നത്. ഡിറ്റാച്ച് ചെയ്തിട്ട് നമുക്കിതിൻ്റെ അവസ്ഥ നേരിട്ട് കണ്ടു മനസ്സിലാക്കാം. ഹോസിൽ അത്യാവശ്യം ഓയിൽ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് മാത്രമല്ല, നമുക്ക് ടർബോയുടെ ഉൾഭാഗം, അതായത് ടർബോയുടെ കംപ്രസർ സൈഡിലെ ഉൾഭാഗം കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും ഇതിനകത്ത് നല്ലോണം തന്നെ ഓയിൽ അടിച്ചിട്ടുണ്ട് എന്നുള്ളത്.
ഇങ്ങനെ വരുമ്പോഴത്തേക്ക് വണ്ടിക്ക് പ്രീ ഇഗ്നിഷൻ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഒരുപാട് കൂടുതലുണ്ട്. അപ്പോൾ ഈ ടർബോയുടെ ഒരു അവസ്ഥ ഞങ്ങൾ ഇപ്പം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഇതൊരു പ്രധാനപ്പെട്ട കാരണം, ഈ ടർബോയ്ക്ക് ഇങ്ങനെ വരുന്ന ഒരു ഫെയിലിയർ കാരണമാണ് ഈ ഇത്തരത്തിലുള്ള മോഡേൺ ഡീസൽ എഞ്ചിൻസ് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുന്നത്. അതായത് ഇത് സൂയിസൈഡ് ചെയ്യുന്ന സംഭവം നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാകും. പല ഫേസ്ബുക്ക് പേജിലൂടെയും അല്ലെങ്കിൽ പല വാർത്തകളിലൂടെ സ്വിഫ്റ്റ് അല്ലെങ്കിൽ ഈ ഇതുപോലെ VDI സ്വിഫ്റ്റ് ഡിസയർ ഇതുപോലെയുള്ള വേരിയൻസ് എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലി തന്നെ ആക്സലറേഷൻ കൂടി ഭയങ്കരമായിട്ട് സ്മോക്ക് വന്ന് ഇഞ്ചൻ ഹൈ ആക്സലറേഷനിലേക്ക് ചെന്ന് നമുക്ക് കീ ഓഫ് ആക്കിയാലും ഇഗ്നിഷൻ കീ ഓഫ് ആക്കിയാലും ഓഫ് ആവാത്ത ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. വണ്ടി ഇഞ്ചൻ ഓഫ് ആവത്തില്ല. അത് ഈ വരുന്നത് ഡീസൽ ഇഞ്ചൻ ഒരു കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ ആയതുകൊണ്ട് ഈ ടർബോയിലൂടെ വന്നു പോകുന്ന ബൈപ്പാസ് ചെയ്ത് പോകുന്ന എക്സസീവ് ആയിട്ടുള്ള ഓയിൽ നേരിട്ട് കംപ്രഷൻ ചെമ്പറിലേക്ക് ചെന്ന് ആ ഓയിൽ അവിടെ ബേൺ ആവുകയാണ്. വൺസ് ഇത് ഹൈ RPMത്തിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത് അൺസ്റ്റോപ്പബിൾ ആണ്. ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒരു മാർഗ്ഗം ഇത് ബേൺ ആവാൻ വേണ്ടിയിട്ടുള്ള എയർ നമ്മൾ തടസ്സപ്പെടുത്തുക. അതായത് എയർ കിട്ടാതിരിക്കുന്ന വിധം നമ്മൾ ഇതിൻ്റെ എയറിൻ്റെ ഓസുകൾ എന്തെങ്കിലും കാണിച്ചു കൂട്ടി അടച്ചു വെച്ചാൽ ഇത് ചിലപ്പോൾ ഒരു പക്ഷേ ഓഫ് ആയിരിക്കും. ഭയങ്കര പാട് തന്നെയാണ്. അപ്പം അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും എന്നെ ഒരു സബ്സ്ക്രൈബർ 2 ആഴ്ച മുന്നേ വിളിച്ച് ചോദിച്ചായിരുന്നു ഇതേപോലെ സ്വിഫ്റ്റ് ഡിസയറിനെ കുറിച്ചായിരുന്നു ചോദിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഡിസയർ ഇതുപോലെ സൂയിസൈഡ് ചെയ്തു. അതായത് എൻ്റെ എഞ്ചിൻ ഇതുപോലെ സൂയിസൈഡ് ചെയ്തു. ഹൈ RPM ലേക്ക് ചെന്ന് വണ്ടി ഓഫാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു. അതിൻ്റെ കാരണം എന്തായിരിക്കും എന്നുള്ള കാര്യം ഇതൊക്കെ അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്താനായിട്ട് ഇപ്പം ഞാൻ ഓർത്തുകൊണ്ടാണ് ഈ ഒരു ടർബോയുടെ കേസ് ഞാൻ വീണ്ടും ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടർബോ ചാർജർ അസംബ്ലി. നമ്മുടെ എയർ ഫിൽറ്ററിൽ നിന്ന് വരുന്ന ഹോസ് വന്നിട്ട് ഇവിടെയാണ് കണക്റ്റ് ആവുന്നത്. ഇവിടുന്ന് ഫ്രഷ് എയർ വലിച്ചെടുത്തിട്ട് അതിനെ ഹൈ ഇതിൽ കംപ്രഷൻ ആക്കിയിട്ട്, അതായത് എയറിനെ കംപ്രസ് ചെയ്തിട്ട് ഇതിലും വഴി എഞ്ചിൻ്റെ എയർ ഇൻടേക്കിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്തൊരു ഓയിൽ സീലുണ്ട്. ആ ഓയിൽ സീൽ കംപ്ലൈൻ്റ് ആകുമ്പോഴാണ് ഈ സംഭവം ഓയിൽ ഇതിലേക്ക് ഇറങ്ങി എയറിൻ്റെ കൂടെ ആ ഓയിൽ നേരിട്ട് എഞ്ചിനിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. ചെറിയ രീതിയിലൊക്കെ ടർബോയിൽ കുറച്ച് ഓയിലിൻ്റെ വൈപ്രൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഓയിലിൻ്റെ അംശമൊക്കെ വരാം. കാരണം അത് നമ്മുടെ PCV സിസ്റ്റത്തിലൂടെ കടന്നു വരുന്ന കുറച്ചൊക്കെ ഓയിലിനകത്തുണ്ടാകും. പക്ഷേ ഇതുപോലെ എക്സസീവായിട്ട് ലീക്ക്, ടർബോയ്ക്ക് ഇൻറ്റേർണലി ഓയിൽ ലീക്ക് വരുന്നത് കൊണ്ട് ഇതിലും വഴി ഓയിൽ വരികയാണെങ്കിൽ അത് നേരിട്ട് കമ്പഷൻ ചെമ്പറിലേക്ക് ചെന്നിട്ടാണ് ഇങ്ങനെ വണ്ടി ഒരു ഹൈ RPMത്തിലേക്ക് ചെല്ലുന്നത്. ഹൈലി ഇഞ്ചൻ റെവായിട്ട് നമുക്ക് അൺസ്റ്റോപ്പബിൾ ആയി പോകുന്നത്, ഓഫ് ചെയ്യാനായിട്ട് പറ്റാതെ വരുന്നത്. ഇപ്പോൾ ടർബോയിൽ ഇത്രയധികം ഓയിൽ അടിച്ചിട്ടുള്ളത് കൊണ്ട് എന്തായാലും ഇതിൻ്റെ ഇൻ്റർകൂളർ നമ്മൾ അയച്ചു നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻ്റർകൂളറിനകത്ത് ഈ കാണുന്ന പോലെ ഇത്രയധികം ഓയിൽ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു ഓയിൽ ഇൻ്റർകൂളർ വഴി എഞ്ചിൻ്റെ ഇൻടേക്കിലേക്കാണ് കടന്നു ചെല്ലുന്നത്. അപ്പോൾ എഞ്ചിൻ്റെ ഇൻടേക്കിലേക്ക് ഇത്രയധികം ഓയിൽ കയറി ചെന്നാനുള്ള ഒരു അവസ്ഥ മനസ്സിലാക്കി നോക്കിയേ. ഇപ്പോൾ ഹീറ്റ് ആയിട്ടുള്ള ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ ടർബോയിൽ ഇഷ്യൂ കണ്ടതുകൊണ്ട് ടർബോയും നമ്മൾ അതിൻ്റെ കാറ്റലൈറ്റിക് കൺവേർട്ടർ എല്ലാം നമ്മൾ ഊരി പുറത്തെടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഭാഗമാണ് കാറ്റലൈറ്റിക് കൺവേർട്ടർ. അപ്പോൾ ഇതിനകത്ത് ഈ കാണുന്ന പോലെ നല്ലോണം ഓയിലൊക്കെ അടിച്ചിട്ടുണ്ട്. കാണുന്ന പോലെ ഓയിൽ അടിച്ചിട്ടുണ്ട്. കാറ്റലൈറ്റിക് കൺവേർട്ടറിനകത്ത് എവിടെ നിന്നാണ് ഈ ഓയിൽ കയറി വന്നതെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. മറുഭാഗം ഇതിൻ്റെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ട് അറിയില്ല. പക്ഷേ ഇതിൻ്റെ ടോപ്പ് സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം തന്നെ ഓയിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏതാണ്ട് ഈ ഒരു ടർബോയുടെ ഈ ഒരു ഭാഗമാണ് കാറ്റലൈറ്റിക് കൺവേർട്ടറായിട്ട് നമ്മൾ ഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തും നല്ലോണം തന്നെ ഓയിൽ അടിച്ചിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ടർബോ പോയതാണെന്നേ മനസ്സിലാവുകയുള്ളൂ. പക്ഷേ ഇപ്പം നമ്മൾ ഈ ടോപ്പ് വ്യൂ ടർബോൻ്റെ ഈ ഭാഗം, അതായത് ഇതാണ് നമ്മൾ വണ്ടിയുടെ എക്സോസ്റ്റ് മാനിഫോൾഡുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഇതുപോലെ ഓയിൽ അടിക്കാൻ പാടില്ല. ഇവിടെ ഇതുപോലെ ഓയിൽ അടിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ടർബോ മാത്രമല്ല ഇഞ്ചിന് കാര്യമായിട്ടുള്ള ഇഷ്യൂ ഉണ്ട്. എക്സോസ്റ്റിലൂടെ ഒരിക്കലും ഇതുപോലെ ഓയിൽ വരാൻ പാടില്ല. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ എക്സോസ്റ്റ് മാനിഫോൾഡ് കാര്യമായിട്ട് നമ്മൾ എപ്പോഴൊക്കെ ടർബോ ഊരി എടുക്കുന്നു, ഏതൊരു വണ്ടിയായാലും ടർബോ ഊരി അടിക്കുന്ന സമയത്ത് എക്സോസ്റ്റ് മാനിഫോൾഡ് കാര്യമായിട്ട് തന്നെ ചെക്ക് ചെയ്യണം. ഇതേപോലെ ഓയിൽ അടിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് എഞ്ചിന് കാര്യമായിട്ടുള്ള സീനുണ്ട്. അപ്പോൾ ഈ ഓയിൽ നമ്മളിവിടെ എക്സോസ്റ്റ് മാനിഫോൾഡ് നമ്മൾ കണ്ടു നോക്കാം. നല്ലോണം തന്നെ ഇവിടെ ഓയിൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഹെഡ് അയച്ച് നോക്കാതെ രക്ഷയില്ല. ഇതിൻ്റെ ഹെഡ് നമ്മൾ ഈ ഒരു കണ്ടീഷൻ ഉള്ളതുകൊണ്ട് ഹെഡ് ഊരിയെടുത്ത് ഹെഡ് ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ എക്സോസ്റ്റ് മാനിഫോൾഡിൽ ഇത്രയധികം ഓയിലാണ് അടിച്ചു വന്നേക്കുന്നത്. ഇതിനകത്ത് കാർബൺ വരാം, പക്ഷേ ഇതുപോലെ ഓയിൽ അടിക്കാൻ പാടില്ല. അതാ ഇത്രയധികം ഓയിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഹെഡ് ഒന്ന് ഡിസസംബിൾ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഹെഡ് നമ്മൾ ഡിസസംബിൾ ചെയ്ത് കഴിഞ്ഞു. ഹെഡിൻ്റെ സൈഡിൽ, അതായത് തെർമോസ്റ്റാറ്റ് വരുന്ന ഭാഗത്തുണ്ട് ഇത്രയും തുരുമ്പ്. അതായത് കൂളൻ്റ് അല്ലാതെ സാധാ വെള്ളം ഉപയോഗിച്ച് ഓടുമ്പം വരുന്ന ഇഷ്യൂസൊക്കെയാണിത്. കൊറോഷൻ വരും, തുരുമ്പ് വരും, പല പ്രശ്നങ്ങൾ വരും. അപ്പം ഹെഡ് ഉരിയെടുത്തു. നല്ല കരിഞ്ഞ മണമുണ്ട്, ഓയിൽ കരിഞ്ഞ ഒരു മണം നല്ലോണം ഉണ്ട്. അഴിച്ചെടുക്കുമ്പോഴത്തേക്ക് ഹെഡ് നമുക്ക് കമഴ്ത്തി വെച്ച് നോക്കാം. സിലിണ്ടറിൻ്റെ ഭാഗം സിലിണ്ടറിലേക്ക് ഒന്ന് ചേരുന്ന ഭാഗം നമുക്ക് കമഴ്ത്തി വെച്ച് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങേറ്റത്ത് ഈ കാണുന്നത് 4th സിലിണ്ടറാണ്. അത്യാവശ്യം ഓയിൽ അടിച്ചിട്ടുണ്ട്. കറക്റ്റ് കമ്പഷൻ അവിടെ കറക്റ്റ് നടക്കുന്നില്ല. 3rd സിലിണ്ടർ കമ്പഷൻ വലിയ കുഴപ്പമില്ല, വലിയ കാര്യമായിട്ട് കാർബണും ഓയിലൊന്നും ഇവിടെ ഇത്ര അങ്ങ് അടിച്ചിട്ടില്ല. പക്ഷേ 2nd സിലിണ്ടർ 1st സിലിണ്ടർ മോശം അവസ്ഥ തന്നെയാണ്.
ഭയങ്കര മോശം അവസ്ഥ തന്നെയാണ്. ഇത്രയധികം ഓയിൽ അവിടെ അടിച്ചു കയറിയിട്ടുണ്ട്. അപ്പം ഇറ്റ് മീൻസ് അവിടെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ ഉണ്ട്. അതുപോലെ വാട്ടർ ജാക്കറ്റ്സിലൊക്കെ അത്യാവശ്യം തുരുമ്പും അഴുക്കെല്ലാം കയറിയിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ എഞ്ചിൻ പണി ഉറപ്പായി. ഇപ്പം ഹെഡ് അഴിക്കേണ്ടി വന്നു. ഹെഡിൻ്റെ പണി എന്തായാലും പണിയേണ്ടി വരും ഇത്രയും ഒരു അവസ്ഥയിൽ. അതുപോലെ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും. ഇത്രയും നല്ല തുരുമ്പുള്ള സ്ഥിതിക്ക് അത് ക്ലീൻ ചെയ്യാതെ പറ്റത്തില്ല. ഇനിയിപ്പം നമുക്ക് വേറൊരു സംഭവം കൂടി കാണിച്ചു തരാം. എൻ്റെ എക്സോസ്റ്റ് മാനിഫോൾഡ് നമ്മൾ ഇതുപോലെ ഊരിയെടുക്കുകയാണെങ്കിൽ മാനിഫോൾഡിൽ നമുക്ക് ഏതൊക്കെ സിലിണ്ടറിൽ നിന്നാണ് കൂടുതൽ ഓയിൽ അടിച്ചതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. മാനിഫോൾഡ് ഊരി മാറ്റി ഇനി ഇതിനകത്ത് നമുക്ക് 5 ഹോള് കാണാം. 4 സിലിണ്ടറിൽ നിന്ന് എക്സോസ്റ്റ് വരുന്നതും ഇത് നമ്പർ 1 ആണ്, നല്ലവണ്ണം ഓയിൽ അടിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഓയിലുണ്ട്. നമ്പർ 2 നല്ലവണ്ണം ഓയിലുണ്ട്. 3യിൽ കാര്യമായിട്ടില്ല, ചെറിയ രീതിയിലൊക്കെ 3യിൽ കാണാനുള്ളൂ, അധികമില്ല. അതേപോലെ തന്നെ സിലിണ്ടർ നമ്പർ 4ലും കാര്യമായിട്ടങ്ങ് കാണാനില്ല, ചെറിയ രീതിയിൽ ഓയിൽ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റും സെക്കൻഡിലാണ് ഏറ്റവും കൂടുതൽ ഓയിൽ അടിച്ചേക്കുന്നത്. 5ാമത്തെ ഹോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ EGR വരുന്നതാണ്. EGRൻ്റെ കണക്ഷൻ അത് ആ ഒരു 5ാമത്തെ ഹോളിലാണ് കയറി വരുന്നത്. ഇനി ഇതേപോലെ തന്നെ മാനിഫോൾഡ് നമുക്ക് ചെക്ക് ചെയ്യാം. എക്സോസ്റ്റ് മാനിഫോൾഡ് 5ാമത്തെ ഹോൾ ഓക്കെയാണ്. 4ാമത്തെ ഹോളിൽ ചെറിയ രീതിയിൽ കാണാം. 3ാമത്തേൽ അത്യാവശ്യം അതിനെക്കാട്ടിലും കൂടുതലുണ്ട്. 2ാമത്തേലും 1ാമത്തേലും ഭയങ്കരമായിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പം ഓയിൽ എഞ്ചിനിൽ നിന്നാണ് വരുന്നതെന്നുള്ളത് കൺഫേമായി. എഞ്ചിനിൽ നിന്ന് ഇത്രയധികം ഓയിൽ എക്സോസ്റ്റിലേക്ക് വന്ന് കിടന്നു. ഇൻടേക്ക് സൈഡ് ഏതായാലും ടർബോയുടെ പോയിട്ടുണ്ട്, പക്ഷേ എക്സോസ്റ്റ് സൈഡിൽ നിന്ന് നല്ലോണം ഓയിൽ കത്തിപ്പോകുന്നുണ്ട്. അതായത് നമ്മുടെ ടെയിൽ പൈപ്പിലൂടെ കത്തി അങ്ങ് പോകുന്നുണ്ട്. കൺവെർട്ടറിനകത്ത് വന്ന് കൺവെർട്ടറിനകത്ത് കൂടി കത്തി ടെയിൽ പൈപ്പിലൂടെ അങ്ങ് പോകുന്നുണ്ട്. ഇനി ഇത് കൂടാണ്ട് ഹെഡിൻ്റെ മറ്റെന്തൊക്കെ കമ്പോണൻസ് പോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനകത്ത് നമ്മൾ അതിൻ്റെ റോക്കർ പാനൽ, അതായത് ഹെഡിൻ്റെ ടോപ്പ് കവർ നമ്മൾ അഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ഇതിൻ്റെ ഇതുപോലുള്ള റോക്കർ ആമും നമ്മുടെ ഹൈഡ്രോളിക് ടാപ്പറ്റ് എന്ന് പറയുന്ന സംഭവം, ഇതാണ് ഇതിൻ്റെ ഹൈഡ്രോളിക് ടാപ്പറ്റ്. ഇങ്ങനത്തെ 16 വെച്ച് 16 ഹൈഡ്രോളിക് ടാപ്പറ്റും 16 റോക്കർ ആമും കാണാം. കാരണം ഒരു സിലിണ്ടറിന് 4 വെച്ച് വരുന്നത്, 2 ഇൻടേക്ക് വാൽവും 2 എക്സോസ്റ്റ് വാൽവിൽ ഇത് വാൽവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവം ക്രമീകരിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വന്നേക്കുന്ന തേയ്മാനം, ഹീറ്റ് ആയതുകൊണ്ട് വന്നേക്കുന്ന തേയ്മാനം കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഇതേപോലെ 16 വേറെ ഉണ്ട്, ഇങ്ങനെ അയച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം ഞാൻ അതിൽ നിന്ന് 1-2 എടുത്ത് തുടച്ച് കാണിക്കാം. ഈ ഭാഗം ആണ് നമ്മുടെ എഞ്ചിൻ്റെ ഹെഡിലേക്ക് ഇങ്ങനെ കയറിയിരിക്കുന്നത്, അതായത് നമ്മുടെ ടാപ്പറ്റ് അസംബ്ലിയുടെ കവറിലേക്ക് കയറിയിരിക്കുന്നത്. ഈ ഭാഗമാണ് വാൽവിൽ ടിപ്പയിൽ വന്ന് ടച്ച് ആവുന്നത്. അപ്പോൾ ഈ വാൽ ടിപ്പ് ഇതുപോലെ ചൂടായിട്ട് ലൂബ്രിക്കേഷൻ ഇല്ലാതെ, അതായത് ചൂടായിട്ട് ലൂബ്രിക്കേഷൻ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടതിന് ശേഷം വാൽ ടിപ്പ് ഇതിൽ കൊണ്ട് ഇത് കിഴിഞ്ഞു പോയിട്ടുണ്ട്. സൂം ചെയ്താൽ കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും, ഉള്ളിൽ കിഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ ഈ സൈഡുകൾ, ശരിക്കും വാൽ ടിപ്പ് മാത്രമേ ഇവിടെ മുട്ടാൻ പാടുള്ളൂ, പക്ഷേ ഈ സൈഡുകളും ഇവിടെ ഒരഞ്ഞിട്ട് വാലിൻ്റെ ടോപ്പ് ക്യാപ്പയിൽ വന്ന് ഇത് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സംഭവം മാറേണ്ടി വരും. മാറില്ല, അത് വേറെ രക്ഷയില്ല. അതുപോലെ ഈ ഹൈഡ്രോളിക് ടാപ്പറ്റുകൾ ഹീറ്റ് ആയിട്ടുണ്ട്, ചിലത് ഓക്കെയാണ്, ചിലത് കേടായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് കേടായിരിക്കുന്ന പോർഷൻസ്, ഈ ടാപ്പറ്റുകൾ, ഹൈഡ്രോളിക് ലാഷ് അഡ്ജസ്റ്ററുകളെല്ലാം നമ്മൾ മാറേണ്ടി വരും. ഇത് ഓയിൽ സർക്കുലേഷൻ, ഓയിൽ പ്രഷർ കൊണ്ട്, ഇതിനകത്ത് കൂടി ഓയിൽ സർക്കുലേഷൻ ഉണ്ട്. ഓയിൽ പ്രഷർ അനുസരിച്ച് വാൽവിൻ്റെ ക്ലിയറൻസ് ഹൈഡ്രോളിക്കലി തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്. അപ്പോൾ ഈ സംഭവം നമ്മൾ കേടായിട്ടുള്ള പാർട്ടുകൾ വീണ്ടും ഇടുകയാണെങ്കിൽ ഒന്നിലെ വാൽ നോയ്സ്, ടാപ്പറ്റ് നോയ്സ് കൂടും, അല്ലെങ്കിൽ വാൽവിൻ്റെ ഓപ്പണിംഗ് ക്ലോസിങ് കറക്റ്റായിട്ട് വരാതെ മറ്റ് പല കംപ്ലയിൻറ്റുകൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ സാധനങ്ങൾ കംപ്ലയിൻ്റ് ആയതെല്ലാം നമ്മൾ അതിനകത്ത് മാറേണ്ടത് തന്നെ വരും. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയധികം കൂളൻ്റ് ഇല്ലാണ്ട് ഹീറ്റായിട്ടുള്ള ഒരു വണ്ടിയാണ്, ഓയിലും ബേണായി പോയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥിതിക്ക് എന്തായാലും ഇതിൻ്റെ ബ്ലോക്കിനോ പിസ്റ്റനോ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. സാധാരണഗതിയിൽ നമ്മളിതുപോലെ ഷെയ്ക്ക് ചെയ്ത് നോക്കും, ഓരോ പിസ്റ്റനും നമ്മളിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് നോക്കും, കാര്യമായിട്ട് പ്ലേ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. നോർമലാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് ഇത്ര അധികം ഹീറ്റായ സ്ഥിതിക്ക് നമ്മൾ അത് മാത്രമല്ല സിലിണ്ടറും കാര്യങ്ങളെല്ലാം നോക്കണം. അപ്പോൾ സിലിണ്ടറിലും കാര്യമായിട്ട് അങ്ങനെ ഒരു സ്കാർ വീഴുകയോ ഒരു ഭയങ്കരമായിട്ട് ചൂടാവുകയോ ചെയ്തിട്ടില്ല. എന്നിരുന്നാൽ പോലും പിസ്റ്റൻ്റെ റിങ്സിൻ്റെ കണ്ടീഷനോ കണക്റ്റിംഗ് റാഡിൻ്റെ ബിയറിങ്സിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പോൾ ഇത്രയും ചെയ്യുന്ന സ്ഥിതിക്ക് നമ്മളതൊന്നും ചെക്ക് ചെയ്യാതെ ഹെഡ് മാത്രം പണിത് വിട്ടാൽ അത് നാളത്തേക്ക് ചിലപ്പോൾ ഒരു പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു സ്ഥിതിക്ക് നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു പിസ്റ്റന് നമ്മൾ കാണുന്ന കണക്കല്ല, നോർമലായിട്ടുള്ള ഒരു പ്ലേ ആണ്. അതേപോലെയാണ് മറ്റുള്ള പിസ്റ്റൻസ് എല്ലാം തന്നെ. പക്ഷേ
ഇതിൻ്റെ ഈ പിസ്റ്റൻസ് എല്ലാം ഈക്വലി ഒരേ ലെവലിൽ നിർത്തിയിട്ട് നമ്മൾ സോക്ക് ടെസ്റ്റ്, അതായത് പെട്രോൾ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ ടെസ്റ്റ് അത് പാർഷ്യലി ഫെയിൽഡാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്തായാലും പിസ്റ്റൺ ചെക്ക് ചെയ്യാതെ പറ്റത്തില്ല. ഇതൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സിലിണ്ടറിൻ്റെയും ഹെഡിൻ്റെ കണ്ടീഷൻസൊക്കെ നിങ്ങൾ നേരത്തെ ഓൾറെഡി കണ്ടിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ പിസ്റ്റൻ്റെ കാര്യം, പിസ്റ്റൻസ് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. പിസ്റ്റൻ്റെ റിങ്ങിൻ്റെ കാര്യം നമ്മൾ എങ്ങനെയാണെന്നുള്ളത് അത് നേരിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഇതാണ് ഇതിൻ്റെ പിസ്റ്റൻ്റെ കണ്ടീഷൻ. ഹീറ്റായിട്ടുള്ളത് നമുക്ക് ഈ സൈഡിൽ നിന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. സംഭവം ഇവിടുന്ന് ഹീറ്റായി പോയിട്ടുണ്ട്, ടെമ്പറേച്ചർ കൂടിയിട്ട് ഹീറ്റായി പോയിട്ടുണ്ട്. ഇതിൻ്റെ കംപ്രഷൻ്റെ, അതായത് ടോപ്പ് റിങ് ഇച്ചിരി ഫ്രീ ആയിട്ട് മൂവ് ആവുന്നുണ്ട്, കുഴപ്പമില്ല. ജസ്റ്റ് താഴെയുള്ള കംപ്രഷൻ റിങ് ഇവിടെ ഒരു അനക്കമില്ല, സ്റ്റക്കായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഇത് ഇച്ചിരി ഫ്രീ മൂവ്മെൻറ്റ് ഇതിന് വേണ്ടതാണ്. അതേപോലെ ലാസ്റ്റ് വന്നേക്കുന്ന മൂന്നാമത്തെ റിങ്, അതായത് ഇതിൻ്റെ ഓയിൽ റിങ്ങും ഇതേപോലെ ഹീറ്റായിട്ട് സംഭവം ഒരു അനക്കമില്ല, ഫ്രീ മൂവ്മെൻറ്റ് ഇല്ലാതായിപ്പോയി, സ്റ്റിക്കി ആയിപ്പോയി. ഈ മലയാളത്തിൽ നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ റിങ്സ് വാടിപ്പോയി എന്നുള്ളൊക്കെ ഒരു സംഭവം ഒരു ചൊല്ലുണ്ട്. ആ സംഭവമാണ് ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നത്. പിസ്റ്റൺ കാഴ്ചയിൽ കുഴപ്പമില്ല, അതിപ്പം നമ്മൾ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് വേറെ പൊട്ടലോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട്. പിസ്റ്റൺ മാറേണ്ടി വരുമോ, അതോ റിങ്സ് മാത്രം മാറിയ സംഭവം ഓക്കെ ആവുമോ എന്നുള്ളത് അത് അതിനെ ആശ്രയിച്ചിരിക്കും. പിന്നെ ഇത് നമ്മുടെ കണക്റ്റിംഗ് റോഡ്, അതായത് ഈ കണക്റ്റിംഗ് റോഡിൻ്റെ ബിഗ് ഭാഗമാണ്. ഈ ഭാഗമാണ് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെയും ചൂടായിട്ട് ഹീറ്റായിട്ട് ഇവിടെ ബ്ലൂയിഷും ബ്ലാക്ക് ആയിട്ടൊക്കെ ഷെയ്ഡുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബിയറിങ്സും ഒരു പക്ഷേ നമുക്ക് മാറേണ്ടതായിട്ട് വരും. അത് പ്രത്യേകം മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാവും, നോക്കിയിട്ട് നമ്മളിത് ഫൈനലൈസ് ചെയ്യുന്നതാണ്. വേറൊരു പിസ്റ്റൺ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉൾഭാഗം ഇച്ചിരി കൂടി സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ റിങ്സ് ഇരിക്കേണ്ട ഭാഗങ്ങളിലെല്ലാം ഓയിൽ കത്തി ഡിപ്പോസിറ്റ്സ് ആയിട്ട് ഇവിടെ എല്ലാം സ്റ്റിക്കി ആയിട്ടുണ്ട്. ഗ്ലൂ പോലെ ഓയിൽ ഇങ്ങനെ ഗ്ലൂ പോലെ വന്നിട്ട് ഇവിടെ സ്റ്റിക്കി ആയിട്ടുണ്ട്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് കംപ്ലീറ്റ് നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോവും, മാത്രമല്ല ഇതിൻ്റെ പണി തീരത്തുമില്ല. അപ്പം എഞ്ചിൻ്റെ കംപ്ലീറ്റ് വർക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പ്രേക്ഷകർ കമൻറ്റ് ഇടുക. ഇതിൻ്റെ വർക്ക് തീരുന്നതനുസരിച്ച് അടുത്ത സെക്കൻഡ് പാർട്ടായിട്ട് അത് ഇടുന്നതാണ്. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടാവുന്നതാണ്. നമുക്ക് വീണ്ടും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.